മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ നിർണായക നടപടി. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽകുമാർ, സന്ദീപ് എന്നിവർ ഉൾപ്പെടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ഭരണം മാറിയതിനു പിന്നാലെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച നടപടികളിലൊന്നായിരുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള പുനരന്വേഷണം. ഇതിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ കുറ്റക്കാരായ 5 ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ വകുപ്പുതല നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 9 മാസത്തിലേറെയായി നീതി വൈകിപ്പിക്കപ്പെട്ട ഒരു സംഭവത്തിലാണ് ഇപ്പോൾ നിയമപരമായ നടപടികൾ വേഗത്തിലായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുമ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലോക്കൽ പോലീസ് പിടിച്ചുമാറ്റിയതിനു ശേഷവും സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ലാത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ മർദ്ദിക്കുകയായിരുന്നു. ഈ അക്രമത്തെ മുൻ മുഖ്യമന്ത്രി അന്ന് രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ആദ്യ അന്വേഷണത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ആലപ്പുഴ കോടതി ശക്തമായി ഇടപെടുകയും അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം തടഞ്ഞ് പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ക്രൈംബ്രാഞ്ച് എസ്.പി. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പുതിയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. പുതിയ അന്വേഷണ സംഘം പരാതിക്കാരുടെയും സാക്ഷികളുടെയും മൊഴികൾ വിശദമായി രേഖപ്പെടുത്തുകയും പഴയ കേസ് ഡയറിയിലുണ്ടായിരുന്ന ഗുരുതരമായ പിഴവുകൾ തിരുത്തുകയും ചെയ്തു. ലഭ്യമായ ദൃശ്യങ്ങളും തെളിവുകളും അടിസ്ഥാനമാക്കി SIT തയ്യാറാക്കിയ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് കൈമാറിയതിന് പിന്നാലെയാണ് കർശന നടപടിയുണ്ടായത്. സാധാരണഗതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് യൂണിറ്റിന് കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ മാതൃ യൂണിറ്റിൽ നിന്നാണ് നടപടി ഉണ്ടാകാറുള്ളതെങ്കിലും അവിടെ നിന്ന് നടപടികൾ വൈകിയ സാഹചര്യത്തിൽ പോലീസ് മേധാവി നേരിട്ട് സസ്പെൻഷൻ ഉത്തരവിറക്കുകയായിരുന്നു. വകുപ്പുതല നടപടികൾക്ക് പുറമെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അനിൽകുമാറും സന്ദീപും നിലവിൽ ആലപ്പുഴ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതിയുടെ നിലപാടും തുടർ നടപടികളും വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ നിർണായകമാകും.